ആക്ഷേപിക്കുന്ന ആളുകൾ തന്നെ സിൻഡിക്കേറ്റിനെ ആശ്രയിക്കുക. എന്റെ പേരുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമുണ്ടായാൽ വളരെ വ്യക്തമായി VS മറുപടി പറയേണ്ടതായിരുന്നു. മുഖ്യമന്ത്രി സഖാവ് VS പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായ വിജയനും തമ്മിലിങ്ങനെ നേർക്കുനേർ പോരാടാൻ നിൽക്കുകയാണ്. നമസ്കാരം. 2006 നിയമസഭാ ഇലക്ഷൻ VSനെ ഓർക്കുന്ന ആരും മറക്കാൻ സാധ്യതയില്ല. VS അച്യുതാനന്ദൻ എന്ന ഒരു അതുല്യ പ്രതിഭയെ മത്സരിപ്പിക്കേണ്ട എന്ന് പാർട്ടി തീരുമാനിക്കുകയും പിന്നീട് ജനങ്ങളുടെ ആവശ്യപ്രകാരം അദ്ദേഹം മത്സരിക്കുകയും 82-ാം വയസ്സിൽ ആദ്യമായി മുഖ്യമന്ത്രിയാകാൻ അവസരം കിട്ടിയ ഒരു വ്യക്തിയും കൂടിയാണ്. 2011 അടുത്ത നിയമസഭാ ഇലക്ഷനിൽ VSന്റെ തുടർഭരണം ഉണ്ടാകുമെന്ന് എല്ലാവരും കരുതിയ ഒരു നിമിഷമായിരുന്നു. കുറച്ച് സീറ്റുകൾ മാത്രം ബാക്കി നിൽക്കെ VSന് ചെറിയ ഭൂരിപക്ഷത്തിൽ രണ്ടാം തുടർഭരണം നഷ്ടപ്പെട്ടു. സത്യത്തിൽ പാർട്ടി അത് ആഗ്രഹിച്ചിരുന്നില്ല എങ്കിലും ജനങ്ങൾ ആഗ്രഹിച്ചതായിരുന്നു അന്നത്തെ തുടർഭരണം. പിന്നീട് അടുത്ത നിയമസഭാ ഇലക്ഷനിൽ VSനെ മുൻനിർത്തി ഇലക്ഷൻ നടത്തുകയും പക്ഷേ അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കാതെ ഇപ്പോഴത്തെ പിണറായി മുഖ്യമന്ത്രിയായി. പിണറായിയും VSും തമ്മിലുള്ള ശത്രുത നമുക്കെല്ലാം അറിയുന്നത്. എന്റെ പേരുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമുണ്ടായാൽ വളരെ വ്യക്തമായി VS മറുപടി പറയേണ്ടതായിരുന്നു. പല വീഡിയോസുകൾ അവർ തമ്മിലുള്ളതുണ്ട്. അതുകൊണ്ട് VSന് പിന്നീട് മുഖ്യമന്ത്രിയാകാൻ സാധിച്ചിട്ടില്ല. പിന്നീട് രാഷ്ട്രീയത്തിൽ നിന്നെല്ലാം വിട്ടുനിന്നു. അതെല്ലാം ചരിത്രം. പക്ഷേ ഇതെല്ലാം എന്നെ അത്ഭുതപ്പെടുത്തിയത് ശ്രീ AK ആന്റണി VSനെ പറ്റി പറഞ്ഞ ചില വാക്കുകളാണ്. ഇവർ തമ്മിൽ ഇത്രയും നല്ല ഒരു അടുപ്പമുണ്ടായിരുന്നുവെന്ന് സത്യത്തിൽ എനിക്കറിയില്ലായിരുന്നു. ജീവിച്ചിരിക്കുമ്പോൾ എന്തുകൊണ്ട് AK ആന്റണി VSനെ പറ്റി ഇത്രയും നല്ല കാര്യങ്ങൾ പറഞ്ഞില്ല എന്ന് ഓർക്കുമ്പോൾ ദുഃഖകരമായി തോന്നുന്നു. ജീവിച്ചിരിക്കുമ്പോൾ നമ്മളുടെ സ്നേഹം മനസ്സിൽ വെക്കാതെ അത് പ്രകടിപ്പിക്കാൻ പരമാവധി ശ്രമിക്കുക. AK ആന്റണിയുടെ ഇന്നലത്തെ വാക്കുകൾ കേട്ടപ്പോൾ എനിക്ക് തോന്നിയതാണ്. അത് നിങ്ങളും കേൾക്കുക. നന്ദി, നമസ്കാരം. ജീവിതത്തിലുടനീളം പാവപ്പെട്ടവർക്ക് വേണ്ടിയും അധ്വാനിക്കുന്നവർക്ക് വേണ്ടിയും പോരാടിയ, പടകൾ നയിച്ച പാവപ്പെട്ടവൻ്റെ പടത്തലവനായിരുന്നു VS. എൻ്റെ കുട്ടിക്കാലത്ത് ചേർത്തല താലൂക്കിൽ നേരം പുലരുന്നതിന് മുമ്പ് ആയിരക്കണക്കിന് കർഷക തൊഴിലാളി സ്ത്രീകൾ തണ്ണീർമുഖത്ത് മുഹമ്മയിലുള്ള ബോട്ടുചട്ടിയിലേക്ക് അരിവാളുമായി നടന്നു പോകുന്ന കാഴ്ച ഞാൻ കണ്ടിട്ടുണ്ട്. കുട്ടനാട്ടിലെ പാടങ്ങളിൽ കൃഷി ചെയ്യാനായി പോയിരുന്ന ആൾക്കാരാണ്. അവർ മടങ്ങി വരുന്നത് നേരെ ഇരുട്ടുമ്പോഴാണ്. ഒരുതരം അടിമകളെ പോലെ പണിതിരുന്ന കർഷക തൊഴിലാളികൾക്ക് അന്ന് അവകാശങ്ങൾ നിഷേധിക്കുക സാധാരണ സംഭവമായിരുന്നു. തുച്ഛമായ കൂലി, അവമാനം, ഇതൊക്കെ സ്ഥിരം ഏർപ്പാടായിരുന്നു. ആ കുട്ടനാട്ടിലെ കർഷക തൊഴിലാളികളെ മനുഷ്യരാക്കി മാറ്റിയത് VS അച്യുതാനന്ദനാണ്. അച്യുതാനന്ദൻ നടത്തിയ നിരന്തരമായ കർഷക തൊഴിലാളി സമരമാണ് കുട്ടനാടൻ കർഷക തൊഴിലാളികൾക്ക് മാന്യമായ കൂലിയും മാന്യമായ പെരുമാറ്റവും നേടിക്കൊടുക്കാൻ കഴിഞ്ഞത്. അങ്ങനെ കർഷക തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ടാണ് VS അച്യുതാനന്ദൻ ആദ്യമായി കേരളത്തിലെ രാഷ്ട്രീയ രംഗത്ത് കടന്നുവിടുന്നത്. അതിനെ തുടർന്ന് ചേർത്തല അമ്പലപ്പുഴ താലൂക്കിലെ കയർത്തൊഴിലാളികളുടെ പോരാട്ടങ്ങളുടെ എല്ലാം മുമ്പിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. തുടർന്നങ്ങോട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതം തൊഴിലാളി വർഗത്തിനും അടിസ്ഥാന വർഗങ്ങൾക്കും പാവപ്പെട്ടവർക്കും വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങളുടെ കഥയാണ്. മൂന്നാറിലെ തോട്ടം തൊഴിലാളി സമരങ്ങളാണെങ്കിലും നേഴ്സുമാരുടെ സമരമാണെങ്കിലും കേരളം കണ്ട എല്ലാ തൊഴിലാളി സമരങ്ങളിലും അദ്ദേഹം മുൻപന്തിയിലുണ്ടായിരുന്നു. അദ്ദേഹം ഊർജ്ജം നൽകി മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അതിനുശേഷമാണ് അദ്ദേഹം പാർലമെന്ററി രംഗത്തേക്കും പാർട്ടിയുടെ ഉന്നത നേതൃത്വത്തിലേക്ക് എത്തിയിട്ടുള്ളത്. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി നിലയിൽ അദ്ദേഹം കേരളത്തിലുടനീളം കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയെ കെട്ടിപ്പടുക്കാൻ നിരന്തരം അധ്വാനിച്ച്
കേരളത്തിലെ ഏറ്റവും വലിയ പ്രസ്ഥാനമാക്കി മാറ്റി. പശുമാതാവാണത്രേ. അപ്പൊ പശുവിന്റെ ഇണയായിട്ടുള്ള കാളയോ? കാളയുടെ അച്ഛനാണ്. അപ്പയാണ് പശുവെങ്കിൽ കാളയുടെ അച്ഛനാണോ?